ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു സ്വഹാബിയോട് ചോദിച്ചു, സ്വർഗത്തിൽ സ്വർഗാവകാശിയായ ഒരു സ്ത്രീയെ കാണിച്ചു തരണമെന്ന് ചോദിച്ചു. അപ്പോൾ ആ സ്വഹാബി കാണിച്ചു തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കാണിച്ചു കൊടുത്തു, ദാ ഈ സ്ത്രീയാണ്. അപ്പോൾ ആ സ്ത്രീ നബിയുടെ അടുത്ത് വന്ന് ഒരിക്കൽ ചോദിച്ചത്രേ, നബിയെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇനി ഉസ്റഉ വാതകശഫു, എനിക്ക് അപസ്മാരത്തിൻ്റെ പ്രശ്നമുണ്ട്. അപസ്മാര സമയത്ത് എനിക്ക് ഷോക്കേറ്റ പോലെ ഞാൻ വീഴുകയും എൻ്റെ ശരീരത്തിൻ്റെ ഞാൻ പ്രകടമാവാൻ ഞാൻ ആഗ്രഹിക്കാത്ത ഭാഗങ്ങളൊക്കെ വെളിവാവുകയും ചെയ്യും. അപ്പോൾ വലിയ പ്രയാസമുണ്ട് നബിയെ, താങ്കൾ ദ്വാരക്കണം, ദുആ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ ഞാൻ ദുആ ചെയ്യാം, പക്ഷെ ദുആ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട്. നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വർഗം ഉറപ്പാണ്. ഞാൻ ദുആ ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ വനിത അവിടുന്ന് പറഞ്ഞ മറുപടി, അങ്ങനെയാണെങ്കിൽ നബി, എൻ്റെ അസുഖം മാറാൻ നിങ്ങൾ ദുആ ചെയ്യണ്ട, പക്ഷേ എൻ്റെ ശരീരത്തിൽ നിന്നും പ്രകടമാവുന്ന വെളിവാവുന്ന ഭാഗങ്ങൾ, ആ പ്രശ്നം ഒന്ന് ഒഴിവാക്കി തരണം. ആളുകളുടെ മുമ്പിൽ അപസ്മാരം വന്ന് വീഴുമ്പോൾ ചിലപ്പോൾ ഔറത്ത് വെളിവാവാറുണ്ട്, അതിനെക്കുറിച്ചാണ് അവർ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങളുണ്ട്, എന്തെല്ലാം രോഗികളുണ്ട്. ഹോസ്പിറ്റലുകളിൽ പോയാൽ തെരുവിൽ കിടന്നുറങ്ങുന്ന ആളുകൾ, ഇവരൊക്കെ കാത്തു കിടക്കുകയാണ് സ്വർഗം. നമ്മൾ മനസ്സിലാക്കുന്നത് സ്വർഗം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കാറ്റഗറിയിൽ ഉള്ള ആളുകൾക്ക് മാത്രമാണ്. പക്ഷെ ഈ വേദനകൾക്കൊക്കെ നമ്മളൊരു മീനിങ്, ഒരു അർത്ഥം കണ്ടെത്താൻ ശ്രമിക്കുക എന്നുണ്ടെങ്കിൽ അവർക്ക് കൂടിയാണ് സ്വർഗം. പക്ഷെ നബി പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറാവണം. ക്ഷമിക്കാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്നാണ് നബി പ്രയോഗിച്ചത്. അപ്പോൾ ഷിഫാക്ക് വേണ്ടി നമുക്ക് ദ്വാരക്കാം, ക്ഷമിക്കുകയും ചെയ്യാം. ഇങ്ങനെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്തത് തീർച്ചയായിട്ടും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. പക്ഷേ അസുഖങ്ങളിൽ നമ്മൾ സങ്കടപ്പെടാതെയും സഹനശേഷി പ്രകടിപ്പിച്ചും നിലകൊണ്ടാൽ, അങ്ങനെ പ്രയാസപ്പെടുന്ന മനുഷ്യന്മാർക്ക് തീർച്ചയായിട്ടും സ്വർഗമുണ്ട് എന്നാണ് ഈ സംഭവം തെളിയിക്കുന്നത്. അപ്പോൾ നോക്കൂ, സ്വർഗം, ഇതിൽ നിന്ന് രണ്ടാമത്തെ ഒരു വിഷയം കൂടെ ഉണ്ട്. ഈ അസുഖങ്ങളും പ്രയാസങ്ങളും മാത്രമല്ല ദൈവ പരീക്ഷണം, അള്ളാഹുവിൻ്റെ പരീക്ഷണം എന്ന് പറഞ്ഞാൽ അത് സമ്പന്നത കൂടി, അല്ലെങ്കിൽ സുഭിക്ഷമായ ജീവിതം കൂടി അത് ഉൾപ്പെടുത്തണം. മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അതും പരീക്ഷണമാണ്. അപ്പോൾ ഒരാൾ നല്ല പണക്കാരനാണ്, സമ്പന്നനാണ്, നമ്മൾ പറയും അയാളുടെ ഒക്കെ ഒരു ഭാഗ്യം. പക്ഷെ പ്രയാസപ്പെടുന്ന ആളുകളെ ചൂണ്ടി നമ്മൾ പറയും അയാളുടെ വിധി എന്ന് പറയും. ശരിക്കും രണ്ടും വിധിയാണ്, രണ്ടും പ്രയാസമാണ്. ഈ സമ്പന്നനെ സംബന്ധിച്ചിടത്തോളം വലിയ ചോദ്യങ്ങൾ നാളെ ഉണ്ടാവും. എന്തൊക്കെ വിഷയത്തിലാണ് സമ്പത്ത് ചെലവഴിച്ചത്, അന്യായമായിട്ട് ചെലവഴിച്ചിട്ടുണ്ടോ, ഓരോന്നും ചോദിച്ചിട്ടേ അദ്ദേഹത്തിന് സ്വർഗപ്രവേശനം സാധ്യമാവും. പക്ഷെ അല്ലാത്ത ആളുകൾക്ക് അസുഖങ്ങൾ വരുമ്പോൾ അവരുടെ കുറ്റങ്ങളൊക്കെ പൊറുക്കപ്പെട്ടിട്ടുണ്ടാവും. സമ്പത്ത് ചെലവഴിച്ചതിനെ കുറിച്ച് അവരോട് ചോദിക്കാണ്ടാവില്ല, കാരണം അവർക്ക് സമ്പന്നത ഇല്ലല്ലോ. അപ്പോൾ വേദന, പ്രയാസം ഒക്കെ വരുന്നത് മാത്രമല്ല ഈ പരീക്ഷണം എന്ന് പറഞ്ഞാൽ, സുഭിക്ഷതയും സമ്പന്നതയും അതൊക്കെ പരീക്ഷണമാണ്. ജീവിതം മൊത്തത്തിൽ പരീക്ഷണമാണ്. ആ രീതിയിൽ നമ്മൾ ഇതിനെ ഉൾക്കൊള്ളാൻ പറ്റും. ഇപ്പം ഇങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ആളുകളുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കും. ഇപ്പം ഇങ്ങനെ ഒരു ലോകവീക്ഷണം ഇല്ലാത്ത മനുഷ്യന്മാർ, അവർക്ക് എന്ത് പ്രതീക്ഷയാണുള്ളത്? അവർ ക്യാൻസർ വന്നാൽ അവരിങ്ങനെ നിരകിക്കുകയാണ്. പക്ഷേ മുഅ്മിനായ മനുഷ്യന് ക്യാൻസർ വന്നാലും അവന് വിശ്വാസദാർഢ്യം വന്നുകൊണ്ടിരിക്കുകയാണ്, അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തീയിൽ ഇരുമ്പ് കടന്ന് വെന്ത് അതിൻ്റെ എല്ലാ മാലിന്യങ്ങളും പുറന്തള്ളി അതിങ്ങനെ സ്ഫടിക സമാനമായി പുറത്തു വരുന്നത് പോലെ മനുഷ്യൻ്റെ ശാരീരികമായി സംഭവിച്ചിട്ടുള്ള മനുഷ്യൻ്റെ എല്ലാ തുരുമ്പുകളും ഇല്ലാതായിപ്പോയി. മനുഷ്യൻ സമ്പൂർണനായിട്ട് ഒരു വെള്ളി വെളിച്ചത്തോടെ മനുഷ്യൻ്റെ ആത്മാവ് ദൈവത്തിലേക്ക് പോകാനുള്ളൊരവസരം ഈ ലോകത്തെ പ്രയാസങ്ങളിൽ നിന്നും മനുഷ്യർ ആർജിച്ചെടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.